വെൽക്കം ടു പൊളിറ്റിക്സ് ക്ലാസ്. നമ്മൾ ഫെഡറലിസം എന്ന ചാപ്റ്ററിൻ്റെ തുടർച്ചയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കതിലേക്ക് കിടക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഫെഡറൽ സവിശേഷതകൾ നാം വിലയിരുത്തിയല്ലോ. എന്നാൽ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ ഇന്ത്യൻ ഭരണഘടന ശക്തമായൊരു കേന്ദ്ര ഗവൺമെൻറ്റോട് കൂടിയ ഫെഡറലിസത്തിന് ഊന്നൽ നൽകുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് നമ്മൾ ഫെഡറലിസത്തിൻ്റെ പ്രത്യേകതകളൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒന്നും കൂടി സൂക്ഷ്മമായിട്ട് വിലയിരുത്തി നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന ശക്തമായിട്ടുള്ളൊരു കേന്ദ്ര ഗവൺമെൻറ്റോട് കൂടി, എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റോട് കൂടിയ ഒരു ഫെഡറലിസമാണ്. ഫെഡറലിസം ആണെങ്കിൽ കൂടിയും ശക്തി ഏറ്റവും കൂടുതലുള്ളത് ആർക്കായിരിക്കും? ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെൻറ്റിനായിരിക്കും. അത്തരത്തിലുള്ളൊരു ഫെഡറലിസമാണ് ഇന്ത്യയിലുള്ളത്. അതായത് ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ ഒരു സ്വഭാവം പരിശോധിച്ച് നോക്കിയാൽ ഒരു സംയുക്ത ഭരണ സംവിധാനത്തിൻ്റെ പ്രത്യേകതയേക്കാൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഏകായത്ത ഭരണ സംവിധാനത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ സംയുക്ത ഭരണ സംവിധാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഫെഡറലിസത്തിൽ സംസ്ഥാന ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് എന്നിങ്ങനെയാണല്ലോ തരംതിരിക്കുന്നത്. അങ്ങനെ വിവിധ ഗവൺമെൻറ്റുകളുടെ ഭരണത്തിനെയാണ് സംയുക്ത ഗവൺമെൻറ് എന്ന് പറയാം. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ത്യയുടെ ഒരു ഭരണരീതി നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രാധാന്യം കൂടുതലായിട്ട് കാണുന്ന ഒരു സിറ്റുവേഷനാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഏകായത്ത, അങ്ങനെ ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ഏകായത്ത ഭരണ സംവിധാനമാണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. ശക്തമായ കേന്ദ്ര ഭരണ സംവിധാനത്തിന് ഊന്നൽ നൽകുവാൻ നമ്മുടെ ഭരണഘടന നിർമ്മാതാക്കളെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും? എന്തുകൊണ്ടായിരിക്കും നമ്മുടെ രാജ്യത്ത് കേന്ദ്ര ഭരണ സംവിധാനത്തിന് കൂടുതൽ ശക്തമായിട്ടുള്ളൊരു പ്രാധാന്യം കൊടുക്കുന്നത്? രാജ്യത്തെ സാമൂഹ്യ സാമ്പത്തിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും രാജ്യത്ത് ഒരു ഏകീകൃത സ്വഭാവം കൈവരുത്തുന്നതിനും സാമൂഹികവും രാഷ്ട്രീയവുമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും വേണ്ടിയാണ് ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്റിന് ഭരണഘടനാ നിർമ്മാതാക്കൾ രൂപം കൊടുത്തത്. അപ്പോൾ എന്തിനാണ് ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്റിന് ഭരണഘടനാ നിർമ്മാതാക്കൾ രൂപം കൊടുത്തതെന്ന് ചോദിച്ചാൽ, രാജ്യത്തെ സാമൂഹ്യ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും പിന്നെ രാജ്യത്തെ ഒരു ഏകീകൃത സ്വഭാവം കൈവരുത്തുന്നതിനും സാമൂഹികവും രാഷ്ട്രീയവുമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും വേണ്ടിയാണ് രാജ്യത്തെ ശക്തമായ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിന് ഭരണഘടനാ നിർമ്മാതാക്കൾ രൂപം കൊടുത്തത്. എന്തടിസ്ഥാനത്തിലായിരിക്കും ഇന്ത്യയെ കേന്ദ്രീകൃത ഫെഡറലിസം എന്ന് വിളിക്കുന്നതെന്ന് നോക്കാം. ഭരണഘടനയുടെ അനുച്ഛേദം 1 ഇന്ത്യ, അതായത് ഭാരതം, സംസ്ഥാനങ്ങളുടെ യൂണിയൻ ആയിരിക്കുമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഭരണഘടന കേന്ദ്ര സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളെ 3 പട്ടികയിൽ ഉൾപ്പെടുത്തിയതായിട്ട് നാം കണ്ടു. കൺകറൻറ്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് അല്ലേ. സുപ്രധാന വകുപ്പുകളായ പ്രതിരോധം, അണുശക്തി, വിദേശകാര്യം, റെയിൽവേ തുടങ്ങിയവയെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റാണ് നൽകിയിരിക്കുന്നത്. 3 പട്ടികയിൽ ഉൾപ്പെടുത്താത്ത അധികാരങ്ങളെ അവശിഷ്ട അധികാരങ്ങൾ എന്ന് പറഞ്ഞ് താഴെ കൊടുത്തിട്ടുണ്ട്. ആ അധികാരങ്ങളും ആർക്കുള്ളതാണ്? കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. ഇതുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത സ്വഭാവമുള്ള ഫെഡറലിസമാണ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഈ കേന്ദ്രത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഫെഡറലിസമാണ് ഇന്ത്യയിൽ ഉള്ളത്. ഇന്ത്യയിലെ ജനങ്ങൾ പല സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നവരാണ് അല്ലേ. നമ്മുടെ പൗരന്മാരെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ രാജ്യത്ത് ഏക പൗരത്വമാണുള്ളത്. ഏക പൗരത്വം എന്നാൽ ഇന്ത്യയിലുള്ള താമസിക്കുന്ന ആൾക്ക് ഒരു പൗരത്വമേ ഉള്ളൂ. ഇരട്ട പൗരത്വം എന്ന സങ്കല്പം നമുക്കില്ല. എന്നാൽ ഒരു യഥാർത്ഥ ഫെഡറലിസം ആണെങ്കിൽ ഇരട്ട പൗരത്വമാണ് ശരിക്കും കിട്ടുക. അവർ രാജ്യത്തിലെയും സ്വന്തം സംസ്ഥാനങ്ങളിലെയും പൗരന്മാരായിരിക്കും. നമ്മൾ ഇന്ത്യയിലെ പൗരന്മാരാണ്. സംസ്ഥാന പൗരത്വം ഭരണഘടന അനുവദിക്കുന്നില്ല. അതായത് നമുക്ക് കേരള പൗരത്വം, കേരളീയൻ എന്നുള്ള പൗരത്വമില്ല. നമുക്ക് ഇന്ത്യൻ പൗരത്വം എന്ന് പറഞ്ഞാൽ ഒറ്റ പൗരത്വമല്ലോ. ഇരട്ട പൗരത്വം എന്നൊരു സങ്കല്പം നമുക്കില്ല. യഥാർത്ഥത്തിൽ ഫെഡറലിസത്തിൽ അത് ഉണ്ടായിരുന്നു. പക്ഷേ കേന്ദ്രീകൃത ഫെഡറലിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ ഭരണരീതിയിൽ അങ്ങനെയില്ല. നമ്മുടെ രാജ്യത്തെ ഏറ്റവും അടുത്ത കാലത്ത് രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? തെലങ്കാന. ആന്ധ്രാപ്രദേശ് വിഭജിച്ച് തെലങ്കാന രൂപം കൊണ്ടപ്പോൾ മൊത്തം ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളായി. ഇത്തരത്തിൽ പുതിയ സംസ്ഥാനം രൂപീകരിക്കുന്നതിനുള്ള അധികാരം ആർക്കാണ്? ഒരു സംസ്ഥാനത്തിൻ്റെ കുറച്ച് ഭാഗമെടുത്ത് ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കാനും 1-2 സംസ്ഥാനങ്ങളെ കൂട്ടിയോജിപ്പിച്ച് പുതിയ സംസ്ഥാനം ഉണ്ടാക്കാനും സംസ്ഥാന അതിർത്തികൾ മാറ്റുന്നതിനൊക്കെയുള്ള അധികാരം പാർലമെൻറ്റിന് മാത്രമായിരിക്കും. അടിയന്തരാവസ്ഥ എന്ന് കേട്ടിട്ടുണ്ടോ? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് ആർക്കാണ് അധികാരം? ഇന്ത്യൻ പ്രസിഡൻ്റാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക. അടിയന്തരാവസ്ഥ നടപ്പിലാക്കണമെങ്കിൽ രാജ്യത്തിൻ്റെ ഫെഡറൽ സ്വഭാവത്തിന് മാറ്റം വരും. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ രാജ്യത്ത് അത് ശക്തമായ കേന്ദ്രീകൃത ഭരണത്തിന് വഴിയൊരുക്കും. സംസ്ഥാനങ്ങളിൽ ഗവർണറെ നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. ഓക്കെ, അവർ യഥാർത്ഥത്തിൽ കേന്ദ്രത്തിൻ്റെ പ്രതിനിധിയായി സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഒരു ഇന്ത്യയുടെ കേന്ദ്രീകൃത ഫെഡറലിസത്തിൻ്റെ പ്രത്യേകതകൾ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് എടുക്കാനുള്ളത് ഇന്ത്യൻ ഫെഡറൽ സമ്പ്രദായത്തിലെ തർക്കങ്ങൾ.
നിങ്ങൾ ഈ ന്യൂസ് പേപ്പർ കട്ടിങ്സ് നോക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് മുൻ വർഷങ്ങളിൽ പത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മുല്ലപ്പെരിയാർ, കേരളം തമിഴ്നാടിനെതിരെ സുപ്രീം കോടതിയിലേക്ക്, തെലങ്കാന വിഷയം കേന്ദ്രം സംസ്ഥാനത്തിന് വഴങ്ങി, സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ വരുമാന സ്രോതസ്സുകൾ കേന്ദ്രം ഉറപ്പുവരുത്തണം. കണ്ടില്ലേ, ഇത്തരത്തിലുള്ള തർക്കങ്ങൾ എപ്പോഴും ഒരു ഫെഡറൽ സമ്പ്രദായത്തിൽ ഉണ്ടായെന്ന് വരാം. ഒരു ഫെഡറൽ സമ്പ്രദായത്തിൽ കേന്ദ്ര സംസ്ഥാനങ്ങൾ തമ്മിൽ തർക്കത്തിന് കാരണം എന്താണ്? ഇന്ത്യയിൽ ശക്തമായ ഒരു കേന്ദ്രഭരണമാണ് നിലനിൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലായല്ലോ. എങ്കിലും ഭരണഘടനാപരമായി സംസ്ഥാനങ്ങൾക്ക് പദവിയും അധികാരവും നൽകിയിട്ടുണ്ട്. സംസ്ഥാനങ്ങൾക്ക് ഭരണഘടന നൽകുന്ന അധികാരം പര്യാപ്തമല്ല എങ്കിൽ സംസ്ഥാന സർക്കാരുകൾ കൂടുതൽ അധികാരങ്ങൾക്കും സ്വയംഭരണത്തിനും മുറവിളി കൂട്ടും. ഇത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധങ്ങളിൽ തർക്കത്തിനും സംഘർഷത്തിനും ഏറ്റുമുട്ടലിനും കാരണമാവും. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ സംഘർഷമുണ്ടായാൽ ആരാണ് അതിന് തീർപ്പ് കൽപ്പിക്കുക? ഇവിടെ തീർപ്പ് കൽപ്പിക്കുന്നതിന് ജുഡീഷ്യറി ഉണ്ടെങ്കിലും സ്വയംഭരണാധികാരത്തിന് വേണ്ടിയുള്ള സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾ രാഷ്ട്രീയ സ്വഭാവമുള്ളതിനാൽ പരസ്പരം ചർച്ചയിലൂടെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പരിഹാരം കണ്ടെത്തുള്ളൂ. നമുക്ക് നോക്കാം എങ്ങനെയാണ് തർക്കങ്ങൾ വരുന്നത്. കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ. സൗഹാർദ്ദപരമായ നല്ല കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ഫെഡറലിസത്തിന് അനിവാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഫെഡറലിസം ഫോളോ ചെയ്തു പോകണമെങ്കിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ സൗഹൃദപരമായിട്ടുള്ള നല്ല ബന്ധം വേണം. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയ പ്രക്രിയ നമ്മൾ പരിശോധിച്ചാൽ ഇന്ത്യൻ ഫെഡറലിസത്തിലെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 1950 മുതൽ 67 വരെയുള്ള കാലഘട്ടം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏകകക്ഷി മേധാവിത്വ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ കോൺഗ്രസ് പാർട്ടിയുടെ ആധിപത്യമായിരുന്നു. 1950 മുതൽ 67 വരെ ഇന്ത്യയിൽ ഏകകക്ഷിയാണ്. അതായത് കോൺഗ്രസ് പാർട്ടിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കക്ഷി രാഷ്ട്രീയ പാർട്ടി. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു കാലമായിരുന്നു അത്. ഈ കാലഘട്ടത്തിൽ മിക്കവാറും സംസ്ഥാനങ്ങളിലും ഭരണം നടത്തിയത് കോൺഗ്രസ് തന്നെ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ഇക്കാലത്ത് തികച്ചും സാധാരണമായിരുന്നു. എന്നാൽ 67 ശേഷം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾക്കിടയിൽ വിള്ളൽ വന്നു. ഈ കാലഘട്ടത്തിൽ കേന്ദ്രത്തിലും അനേകം സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ ഭരണം നടത്തിയത് കൊണ്ടാണ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ സംഘർഷമുണ്ടായത്. കൂടാതെ സംസ്ഥാനങ്ങൾ അധികാരങ്ങൾക്ക് വേണ്ടി കൂടുതൽ മുറവിളി ഉയർത്താൻ തുടങ്ങി. ഫെഡറൽ സംവിധാനത്തിലെ സ്വയം ഭരണാധികാരം എന്ന സങ്കല്പത്തിന് ഈ കാലയളവ് കുറിച്ചു. 1990 മുതൽ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ കാലഘട്ടം ആരംഭിച്ചു. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അണികളുള്ള പാർട്ടി ഏതാണോ അവരാണ് എന്ത് വരുന്നത് ആ ഒരു പ്രദേശം ഭരിക്കാൻ വേണ്ടി പോകുന്നത്. മുന്നണി രാഷ്ട്രീയം കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും പ്രാവർത്തികമായതോടെ സ്വയം ഭരണാധികാരത്തിനുള്ള ആവശ്യം ശക്തിയാർജിച്ചു. അങ്ങനെ ആദ്യ കാലഘട്ടങ്ങളിൽ കോൺഗ്രസ് പാർട്ടി മാത്രമായിരുന്നില്ല എല്ലായിടത്തും, അതുകൊണ്ടൊരു പ്രശ്നമില്ലായിരുന്നു. പിന്നീട് പുതിയ പുതിയ പാർട്ടികൾ വന്നോട് തുടങ്ങിയിട്ട് പല സ്ഥലങ്ങളിലും അവരവരുടെ അവകാശങ്ങളും അവകാശങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ശബ്ദമുയർത്താൻ വേണ്ടി തുടങ്ങി. അങ്ങനെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള സൗഹൃദപരമായിട്ടുള്ള ബന്ധം ഇല്ലാതായി.